ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപ്രഭുതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തുകളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേര്. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ഇതേ കാര്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് കൂടെ ഞാൻ വായിക്കുന്നു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ, ഒരു പുരുഷാരം 12 ഒരുവനായ യൂദ അവർക്ക് മുന്നടന്നു യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടു കാണിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ട്, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ഉത്തമ ശിഷ്യനായ പത്രോസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അത്ഭുതം ചെയ്യുവാൻ ഇടയായത്. പഴയ നിയമത്തിൽ സഖരിയാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, വാളെ ഉണരുക, എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ ഉണരുക, ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. യേശു ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഈ പ്രവചനത്തിന് നിവൃത്തി വരും. അപ്പോൾ പത്രോസ് വിചാരിച്ചത്, അല്ലെങ്കിൽ ശിഷ്യന്മാർ വിചാരിച്ചത്, യേശുവിനെ ആളുകൾ വെട്ടിക്കൊല്ലാൻ വരുമെന്നാണ്. ആ സമയത്ത് യോഹന്നാൻ എഴുന്നേറ്റ് യേശുവിന് നെഞ്ചോട് ചാഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം യേശുവിനെ ആരെങ്കിലും ഒന്ന് വെട്ടുകയാണെങ്കിൽ അത് യേശുവിന് കൊള്ളരുത്, എനിക്ക് വേണം കൊള്ളാൻ. അതായിരുന്നു യോഹന്നാന്റെ മനോഭാവം. എന്നാൽ പത്രോസ് വാള് കരുതാൻ തയ്യാറായി. കാരണം എൻ്റെ യജമാനനായ യേശുവിനെ ആരെങ്കിലും വെട്ടാൻ വന്നാൽ ഞാൻ അവനെ വെട്ടും. പ്രിയപ്പെട്ടവരെ, യേശുവിന് ദൈവത്തോട്, അല്ലെങ്കിൽ യേശുവിനോട്, പത്രോസിന് യേശുവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. പക്ഷേ ആ ഭക്തിയോട് പരിജ്ഞാനം കൂട്ടണം. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഭക്തിയും സ്നേഹവും കൂട്ടിക്കൊള്ളുവീന്ന. അപ്പോൾ വീര്യം വേണം, ഭക്തി വേണം, പക്ഷേ അതിനോടുകൂടെ പരിജ്ഞാനവും വേണം. യഹൂദന്മാരെ സംബന്ധിച്ച് റോമാലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. ഇവിടെ പത്രോസ് യേശുവിനോടുള്ള സ്നേഹം നിമിത്തം യേശുവിനെ രക്ഷിക്കാൻ എന്നോണം വാള് കരുതി. യേശു പറഞ്ഞു, നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ കൈക്കൊള്ളണം, അതിനുള്ള കാലം വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സ്ഥാനവസ്ത്രമല്ല വലിയത്, സ്ഥാനമൊക്കെ ത്യജിച്ച് നിങ്ങൾ ദൈവവചനമാകുന്ന വാൾ, സുവിശേഷമാകുന്ന വാൾ പ്രയോഗിക്കാൻ തയ്യാറാകണം എന്നാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, 2 വാൾ ഞാൻ കരുതിയിട്ടുണ്ട്. യേശു പറഞ്ഞു, അത് നന്നായി, കാരണം എന്നെ ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ എണ്ണി എന്നുള്ള വചനം അങ്ങനെ നിവൃത്തിയാകും എന്ന് പറഞ്ഞു. 3.5 വർഷം യേശുവിൽ നിന്ന് പഠിച്ചിട്ടും യഥാർത്ഥ ഭക്തി, പരിജ്ഞാനത്തോടു കൂടിയ ഭക്തി അഭ്യസിക്കാൻ പത്രോസിന് ആയിട്ടില്ല. എന്തായാലും ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂദയുടെ നേതൃത്വത്തിൽ
സേവകർ വന്നു. തീവട്ടി പന്തങ്ങളുമായി, കുന്തവുമായിട്ട്, വാളുമായിട്ട്, ചങ്ങലയുമായിട്ട് വന്നു. അവർ യേശുവിനെ പിടിക്കാൻ ഒരുങ്ങിയ സമയത്ത് പത്രോസ് വാൾ ഊരിയിട്ട് ഞാൻ വെട്ടട്ടെ എന്ന് ചോദിച്ചു. മറുപടി കിട്ടുന്നതിന് മുമ്പേ വെട്ടി. മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ വലത്തെ കാത് അറുത്തു. യേശു പറഞ്ഞു, പത്രോസേ, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാള നശിക്കും. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ? ഇത് ഞാൻ മരിക്കണമെന്നുള്ളത്, ഞാൻ പിടിക്കപ്പെടണം, ഞാൻ വേദനപ്പെടണം, ഞാൻ അടിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം, ഇതൊക്കെ പിതാവിന്റെ ഇഷ്ടമാണ്. കാരണം മനുഷ്യവർഗത്തെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യന്റെ നിന്ദയും അപമാനവും ശാപവും നരകവും യേശു ഏറ്റെടുക്കണം. എങ്കിലേ ദൈവത്തിന്റെ നീതി ശരിയാവൂ. ദൈവം സ്നേഹവാനായതുകൊണ്ട് നിങ്ങളെല്ലാം സൗജന്യമായി രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് സാധിക്കത്തില്ല. ലോകത്തിലെ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പശ്ചാത്തപിച്ചാൽ മതി. ദൈവം വ്യഭിചാരി പശ്ചാത്തപിച്ചാൽ മതി, കള്ളുകുടിയൻ പശ്ചാത്തപിച്ചാൽ മതി, മോഷ്ടാവ് പശ്ചാത്തപിച്ചാൽ മതി, കൊലപാതകം പശ്ചാത്തപിച്ചാൽ മതി എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ പശ്ചാത്താപത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെപ്പോലും രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. കാരണം ദൈവം സ്നേഹവാൻ മാത്രമല്ല, നീതിമാനാണ്. പാപി മരിക്കണം, പാപി നരകമേൽക്കണമെന്ന് വിധിച്ച ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ ദൈവം തന്നെ ആ വിധി ഏറ്റെടുക്കണം. ദൈവം തന്നെ ആ മനുഷ്യന്റെ നരകം അനുഭവിക്കാൻ തയ്യാറാകണം. അതിനാണ് യേശു സന്നദ്ധനായത്. പിതാവ് നൽകിയ പാനപാത്രം അതാണ്. അപ്പോൾ യേശു മനുഷ്യന് നരകമേറ്റേ തീരൂ, അതിനാണ് വന്നത്. എങ്കിലേ രക്ഷാമാർഗം ഒരുക്കാൻ സാധിക്കൂ. പിതാവ് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ എന്ന് യേശു ചോദിച്ചു. എന്നിട്ട് യേശു തൊട്ട് അവന്റെ കാത് സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. ഈ മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന് മഹാപുരോഹിതനോടോ അല്ലെങ്കിൽ സേവകരോടോ പറയാൻ സാധിക്കുമോ, പത്രോസ് അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എൻ്റെ കാത് വെട്ടി, യേശു അത് തൊട്ട് സൗഖ്യമാക്കി, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല? അവർക്കത് ആരോടും പറയാൻ ഒക്കത്തില്ല. കാരണം ഒരുപക്ഷെ കാത് വെട്ടി അത് നിലത്ത് വീണ് കാണും. യേശു ആ കാത് നിലത്തുനിന്നെടുത്ത് ആണ് ഇവിടെ പിടിപ്പിച്ചത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കാത് നിലത്ത് വെട്ടിയിട്ട കാതെടുത്ത് അതുപോലെ തന്നെ പിടിപ്പിക്കുക, ഒരു സംശയവും തോന്നാതെ വണ്ണം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് സത്യമാണ്, അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വത്തിന് അത് മകുടം ചാർത്തുകയാണ്, അത് യേശുവിന് മഹത്വം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് അവർക്കത് മിണ്ടാനും സാധിക്കുകയില്ല. ഇവിടെ യേശു തന്റെ അരുമശിഷ്യനെ രക്ഷിക്കുകയാണ്. മഹാപുരോഹിത ദാസനെയാണ്, സാധാരണക്കാരനെ അല്ല. തീർച്ചയായിട്ടും അവന്റെ കാത് താഴെ വീഴുകയും അല്ലെങ്കിൽ അവൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് ചെല്ലാൻ ഇടയായി തീരുകയും ചെയ്തിരുന്നെങ്കിൽ പത്രോസിന് കാതല്ല തല തന്നെ നഷ്ടമാവുമായിരുന്നു. അവിടെയാണ് കർത്താവ് പത്രോസിനെ രക്ഷിച്ചത്. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പരിജ്ഞാനമൊന്നുമില്ല. യേശു പറഞ്ഞു, നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനിയായിട്ട് വിളയി വന്നു. ചില ആളുകൾക്ക്, ചില വിശ്വാസികൾക്ക് 100 മേനി ഫലമാണ്. നല്ല പ്രാർത്ഥനാ ജീവിതം, നല്ല ബൈബിൾ പഠനം, നല്ല ക്ഷമ, നല്ല സഹനശക്തി, നല്ല പരോപകാരം, നല്ല പ്രാർത്ഥന, നല്ല ആത്മീയ ജീവിതം, നല്ല കുടുംബ ജീവിതം. എന്നാൽ വേറെ ചില ആൾക്ക് 60% വളർച്ച. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യമേ ഉള്ളൂ. വീട്ടിലൊക്കെ എതിർപ്പും പ്രയാസങ്ങളും ഒക്കെയാണ്, അത്രയ്ക്കുള്ള വളർച്ചയുള്ളൂ. പക്ഷെ വേറെ ചില ആളിൽ അതിൻ്റെ പകുതി 30 ഉള്ളൂ. കാരണം അവർക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് നല്ല വരുമാനം ഇല്ല, വീടോ സാഹചര്യങ്ങളോ ഇല്ല, ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ എതിരാണ്, ആരാധനയ്ക്ക് പോകാൻ തന്നെ സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ അവർക്ക് ആത്മീയമായി
വലിയൊരു വളർച്ച ഉണ്ടാകുന്നില്ല. ഇതൊക്കെ സർവ്വജ്ഞാനത്തിൽ യേശുവിന് അറിയാം. പ്രിയപ്പെട്ടവർ, യേശു നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ മരണം വരെയുള്ള ജീവിതം കണ്ടിട്ടാണ്. 100 മേനി വിളയുമോ, 60 ആണോ 30 ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് യേശു രക്ഷിക്കുന്നത്. പത്രോസിനെ സംബന്ധിച്ച് പത്രോസിന്റെ സകല കുതിപ്പും കിതപ്പും, സകല വീഴ്ചയും താഴ്ചയും ഉയർച്ചയും അറിഞ്ഞുകൊണ്ടാണ്, സകല വിജയവും പരാജയവും അറിഞ്ഞുകൊണ്ടാണ് യേശു രക്ഷിച്ചത്. അതുകൊണ്ടാണ് ആ പത്രോസ് അവിവേകം കാണിച്ചപ്പോൾ ഉടൻ തന്നെ യേശു പത്രോസിനെ രക്ഷിക്കാൻ വേണ്ടി ആ തെളിവ് നശിപ്പിക്കുവാൻ ഇടപെട്ടത്. ഇതിൽ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളോ വീഴ്ചകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ തുണയ്ക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ്, ഒറ്റപ്പെടുത്തത്തില്ല. പല രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ അണികളെ അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൈവിട്ടിട്ടുണ്ട്. പക്ഷേ യേശു കൈവിടത്തില്ല. തന്നെ പിടിക്കാൻ വന്നപ്പോൾ, ഗത്സമനയിൽ പിടിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞു, എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. അതുപോലെ പത്രോസ് യേശു ആ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടിക്കളഞ്ഞു. അത് മതി പത്രോസിനെ കൂടെ യേശുവിനോട് കൂടെ കുരിശിക്കാൻ, പത്രോസിന് തല വെട്ടിക്കളയാൻ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ, അത് മതി. പക്ഷേ കർത്താവ് രക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊണ്ട നമ്മുടെ ജീവിതത്തിൽ അവിവേകം ഉണ്ടാകാം, കുറവുകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം. ഭയപ്പെടേണ്ട, യേശു ജീവിക്കുന്നു. യേശു ഒരിക്കൽ മാത്രം നമ്മെ രക്ഷിക്കുന്നവനല്ല, നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. കാണാതെ പോയ ആടിനെ കണ്ടെത്തിയാൽ തോളിലേറ്റി വീട്ടിലെത്തോളം ചുമക്കുന്ന നല്ല ഇടയനാണ്. അതോർത്ത് നമുക്ക് കർത്താവിൽ അഭിമാനം കൊള്ളാം, കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.